അതെ, ഇന്നത്തെ വീഡിയോ എൻ്റെ 7 മന്ത്സിൻ്റെ സ്കാനിങ് വീഡിയോ ആണ്. പിന്നെ കുറച്ചൊരു കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ്. കാരണം പെരിന്തൽമണ്ണ വരുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം വരാൻ പോകുന്ന ബേബിക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇത് പെരിന്തൽമണ്ണ നഴ്സിംഗ് ഹോമാണ് കേട്ടോ. ഇത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ടത്തെ ബിൽഡിങ്ങാണ്. പക്ഷേ സ്കാനിങ് ഒക്കെ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. പക്ഷേ റൂംസും കാര്യങ്ങളൊക്കെ പുതിയ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ ഡെലിവറി വീഡിയോയിലുണ്ട് പുതിയ ബ്ലോക്കിൻ്റെ വീഡിയോസ്. സ്കാനിങ്ങിന് നമുക്ക് ടോക്കൺ നമ്പർ 3 കേട്ടോ കിട്ടിയത്. അപ്പോൾ രാവിലെ ഒരു തിരക്കുണ്ടായിരുന്നില്ല, വേഗം തന്നെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. ബേബി നോർമൽ വെയിറ്റൊക്കെയാണ്. പക്ഷെ ഞാൻ 5 കിലോ ഒറ്റയടിക്ക് കൂടി. ഇപ്രാവശ്യം ഞാൻ വീട്ടിലായതുകൊണ്ട് നല്ല ഫുഡ് അടിയായിരുന്നു, നല്ല നാടൻ കറികളൊക്കെ ആയിട്ട്. അപ്പോൾ ഒറ്റയടിക്ക് 5 കിലോ കൂടിയതിൻ്റെ ഒരു ചെറിയൊരു പരിഭവം ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഡയറ്റൊക്കെ ചെയ്ത് സെറ്റാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് അപ്പു എപ്പോഴെങ്കിലുമൊക്കെയാണ് അപ്പൂന് ലേസും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നാണായിരുന്നു ആ ദിവസം. അപ്പോൾ അപ്പൂന് 2 ലേസ് പാക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ ഒരെണ്ണം എനിക്ക്, പിന്നെ ഒരെണ്ണം അപ്പൂനെന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ചത്. പക്ഷേ 2 ആൾ തന്നെ ഫുൾ അകത്താക്കി കേട്ടോ. യെസ്, ഇതാണ് പുതിയ ബ്ലോക്ക് എന്ന് പറഞ്ഞ് പുതിയ പെരിന്തൽമണ്ണ നഴ്സിംഗ് ഹോം. പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് മാറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന റിസപ്ഷനാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, പഴയ ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ അനിയത്തിയുടെ 2 ഡെലിവറിയൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പുതുക്കി പണിയാന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര സൗകര്യം കുറവുള്ള ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ. അപ്പം അവിടെ ഡോക്ടർ സോഫിയ അമ്മ, ആളുടെ മോനും ആണ് മെയിനായിട്ടുള്ള ഡോക്ടേഴ്സായിട്ട്. നമ്മുടെ ഡോക്ടറെ കാണാനുള്ള വെയിറ്റിംഗ്, അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഒരു 11:30 ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. ഇവിടെ ആക്ച്വലി ഡെലിവറിക്കാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസൊക്കെ വരുന്നത് കേട്ടോ. പക്ഷെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. നമുക്കറിയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു. റിസൾട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല, എല്ലാം നോർമലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഫാമിലിക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അപ്പൂസൻ ഫുള്ള് ഓടി നടന്ന് അടിച്ചു പൊളിക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മ അനിയത്തിയുടെ ഉണ്ണിയുടെ 28 നെക്സ്റ്റ് വീക്കിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ അമ്മ വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇവിടെ വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം. ഇത് ഫ്രീ ആയിട്ടാണ്. അതായത് വിശന്ന് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അതായത് വലിയ സംഭവങ്ങളൊന്നുമല്ല, ചായ, ഉണ്ണിയപ്പം, അങ്ങനെ കുറച്ച് ഐറ്റംസും പിന്നെ കുറച്ച് മിഠായികളുടെ ഐറ്റംസുകളൊക്കെ ആയിട്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഫ്രീ ഓഫ് കോസ്റ്റാണ് കേട്ടോ. ഇവിടെ ആരും വിശന്ന് കരഞ്ഞ് ഷോപ്പിംഗ് ചെയ്യരുതെന്നാണ് അത്ര ഇവിടുത്തെ ഓണറിൻ്റെ രീതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഫ്ലോറിലെത്തി. അവിടുന്ന് ഞാൻ മെറ്റേണിറ്റി വെയറിൻ്റെ കുറച്ച് കുർത്തീസൊക്കെ നോക്കാനായിട്ട് കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ന്യൂ ബോൺ എസെൻഷ്യൽ ഐറ്റംസ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ന്യൂ ബോൺസിൻ്റെ. ആർക്കും അപ്പോൾ അത് നോക്കാം. ബേബി കാരിയർ അതാദ്യം നോക്കാം. അമ്മ നോക്ക്, ചെയ്യാർക്ക് ബേബി കാരിയർ നോക്കണാദ്യം. ആ അതാർക്കപ്പോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലിങ്ങിൻ്റെ സെക്ഷനിലെത്തി. ബില്ലിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. എവറിത്തിങ് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി മെറ്റേണിറ്റിയുടെ നോക്കി, അവിടെ അതിന് നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ നൈറ്റീസ് കുറച്ച് നോക്കി, അതിന് നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ സാരീസിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശന്ന് വയറ് കത്തി. പിന്നെ ഇതിനടുത്ത് തന്നെ ഒരു ഓപ്പോസിറ്റ് പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു.
100 രൂപയ്ക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അമ്മ അനിയത്തിനെ കൊണ്ട് വന്നപ്പോൾ ഇവിടുന്ന് അത്ര ഫുഡ് കഴിച്ചത്. നല്ല ബിരിയാണിയാണ്, നല്ല നെയ്ച്ചോറാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു ബിരിയാണിയും ഒരു നെയ്ച്ചോറും ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല, ജസ്റ്റ് നെയ്ച്ചോറ് മാത്രം. എന്നിട്ട് ഞാൻ ബിരിയാണിയുടെ കുറച്ച് മസാല അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് കടം വാങ്ങിയെടുത്ത് അങ്ങനെ അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ നെയ്ച്ചോറും ഈ ഒരു ഗ്രേവി. പീസൊന്നുമില്ല, ജസ്റ്റ് ഗ്രേവി മാത്രമേ ഉള്ളൂ. എന്ത് കറിയാണെന്നറിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഈ കോമ്പിനേഷൻ. പിന്നെ അപ്പൂസൻ ആവശ്യമുള്ള ചിക്കനാണ് കൂടുതൽ കഴിച്ചത്, റൈസ് കുറച്ചേ കഴിച്ചുള്ളൂ. വയറ് നിറഞ്ഞപ്പോൾ അപ്പൂസൻ്റെ കലാവിരുത് തുടങ്ങി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം നൈസായിട്ട് അവസാനിപ്പിച്ച് വേഗം ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. കാരണം എനിക്ക് ബ്ലഡ് ഭയങ്കര കുറവായിരുന്നു. അപ്പം ബ്ലഡ് ഇട്ടാവാനായിട്ടുള്ള മെഡിസിൻ കയറ്റണമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് ലേബർ റൂമിൽ നിന്നായിരുന്നു. അപ്പോൾ ഒരു 2:30-ക്ക് കയറിയതാണ്. ഞാൻ 2:30-ക്ക് കയറിയിട്ടൊരു 4:45 വരെ അവിടെ തന്നെയായിരുന്നു, പോസ്റ്റായിരുന്നു. അതാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരൊക്കെ ഡെലിവറി ആവുന്ന, ഇപ്പോൾ പ്രസവിക്കും അങ്ങനെ ആയിട്ടുള്ള ഒരു ലേഡീസൊക്കെ ആയിരുന്നു. പക്ഷെ അതിനിടയിൽ ഒരു കുഞ്ഞി കരച്ചിലൊക്കെ കേൾക്കാം. ലാസ്റ്റ് 5 മണിയൊക്കെ ആയി കേട്ടോ. ഇത് മെഡിസിനെല്ലാം കഴിയാനായപ്പോഴേക്കും ഒരു കുഞ്ഞു ബേബിയുടെ കരച്ചിൽ കേൾക്കാം. എൻ്റെ അടുത്ത ബെഡിൽ നിന്നാണ് കേട്ടോ കരയുന്നത്. കരയാണ്, പക്ഷേ എങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല, നേരെ വീട്ടിലേക്ക്. കാരണം ലേബർ റൂം കയറിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, മൈൻഡൊക്കെ ഭയങ്കര എന്തോ ഒരു പോലെയായിരുന്നു. ഈ അടുത്ത് കിടക്കുന്നവരൊക്കെ ഡെലിവറിയൊക്കെ ആവാനൊക്കെ ആയതിൻ്റെ ആ ഒരു വേദനയൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നതായിരിക്കും. ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല, നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.